നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസിനെ തുടർന്ന് പ്രവാസികൾക്ക് നൽകി വന്ന ഇളവുകൾ ഓരോന്നായി പിൻവലിക്കുകയാണ് UAE. മറ്റെല്ലാ ഗൾഫ് രാഷ്ട്രങ്ങളെക്കാളും മുന്നേ തന്നെ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പ്രവാസികൾക്ക് വിസ അനുവദിക്കുകയായിരുന്നു UAE. വിസ കാലാവധി തീർന്നിട്ടും നാട്ടിലേക്ക് മടങ്ങാത്തവർക്ക് പിഴ ഒഴിവാക്കുന്നതിനുള്ള കാലാവധി നീട്ടിയിരിക്കുകയാണ്. 2020 ഡിസംബർ 31 വരെയാണ് ഇത് നീട്ടിയിട്ടുള്ളത്. UAEയുടെ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പാണ് ഇത്തരത്തിൽ നടപടിയെടുത്തിരിക്കുന്നത്. മാർച്ച് മുതൽ UAEയിൽ മടങ്ങാതെ നിൽക്കുന്ന ആളുകൾ രാജ്യം വിട്ടാൽ എല്ലാ പിഴകളും റദ്ദാക്കുമെന്നും ഭരണകൂടം പുറത്തിറക്കിയിരിക്കുന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. കോവിഡ് വ്യാപനം തുടങ്ങിയതോടെയാണ് UAE സൗജന്യമായി വിസ കാലാവധി നീട്ടി നൽകിയത്. ആദ്യഘട്ടത്തിൽ ഡിസംബർ 31 വരെയാണ് വിസ കാലാവധി നീട്ടി നൽകിയിരുന്നത്. എന്നാൽ വിമാനങ്ങൾ സർവീസ് തുടങ്ങിയതോടെ ഈ തീയതി ഒക്ടോബർ 10 ചുരുക്കുകയായിരുന്നു. ഇതാണിപ്പോൾ വീണ്ടും നീട്ടിയിട്ടുള്ളത്. താമസ വിസക്കാർക്ക് അധികമായി തങ്ങുന്ന ദിവസവും 25 ദിർഹം വീതം പിഴ അടയ്ക്കേണ്ടി വരും. 6 മാസം കഴിഞ്ഞാൽ ഇത് 50 ദിർഹമായി ഉയരുകയും ചെയ്യും. മാർച്ച് 1 മുമ്പ് കാലാവധി അവസാനിച്ചവർക്ക് ഡിസംബർ 31 വരെ രാജ്യത്ത് തുടരുവാൻ സാധിക്കുന്നതാണ്. ഇവർക്ക് മടങ്ങി വരാൻ തടസ്സമൊന്നും തന്നെ ഉണ്ടാകില്ല. അതേസമയം UAE സ്മാരക ദിനം, 49ാം ദേശീയ ദിനം എന്നിവ പ്രമാണിച്ച് സർക്കാർ പ്രാഥമിക ഒരുക്കങ്ങൾക്ക് തുടക്കം കുറിച്ചു. സ്വകാര്യ മേഖലയ്ക്ക് 3 ദിവസം ശമ്പളത്തോടുകൂടി അവധി പ്രഖ്യാപിച്ചു. ഡിസംബർ 1 മുതൽ 3 വരെയാണ് അവധിയെന്ന് മനുഷ്യവിഭവ സ്വദേശവൽക്കരണ മന്ത്രാലയം ട്വിറ്ററിലൂടെ അറിയിക്കുകയുണ്ടായി. വെള്ളിയാഴ്ച വാരാന്ത്യ അവധിയായതിനാൽ തന്നെ ഫലത്തിൽ തുടർച്ചയായ 4 ദിവസം അവധിയാണ് ലഭിക്കുക. ശനിയാഴ്ച അവധിയുള്ളവർക്ക് 1 ദിവസം കൂടി ലഭിക്കുന്നതായിരിക്കും. പൊതുമേഖലയ്ക്ക് നേരത്തെ 5 ദിവസം അവധി പ്രഖ്യാപിച്ചിരുന്നു. ഡിസംബർ 2-നാണ് UAE ദേശീയ ദിനം ആചരിക്കുന്നത്. ഡിസംബർ 6 ഞായറാഴ്ച മുതലാകും ഔദ്യോഗിക പ്രവൃത്തി ദിവസം പുനരാരംഭിക്കുകയെന്ന് മാനവവിഭവശേഷി സ്വദേശവൽക്കരണ മന്ത്രാലയം പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.